യാതൊരു പ്രശ്നവുമില്ലാത്തതാകുന്ന ഭർത്താവിൻ്റെ ഉമ്മയെക്കുറിച്ച് പോലും അനാവശ്യങ്ങൾ പറയുന്ന മരുമക്കളുണ്ട്, സഹോദരിമാരുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവൂല, എങ്കിലും പർവ്വതീകരിക്കും. ചെറിയ വിഷയങ്ങൾ പോലും അത് പർവ്വതീകരിച്ച് കുടുംബത്തോട് പറയുന്നവരുണ്ട്. എത്രയോ സഹോദരിമാർ. മരുമകളായി നീ കടന്നു വരുമ്പോൾ നീ അറിയണം, നിന്റെ ഭർത്താവിൻ്റെ ഉപ്പ നിനക്ക് സ്വന്തം ഉപ്പയാണ്. മരുമകളായ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ പെങ്ങളെ നീ മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ ഉമ്മ നിന്റെ സ്വന്തം ഉമ്മയാണ്. ഏതെങ്കിലും സിനിമ സീരിയൽ കണ്ടിട്ട് അമ്മായിമ്മ പോരും പ്രശ്നങ്ങളുമൊക്കെ നീ സ്വന്തമായി മെനഞ്ഞുണ്ടാക്കി കുടുംബങ്ങളിൽ ഫിത്നയുണ്ടാക്കുവാനും ഫസാദ് ഉണ്ടാക്കാനും നീ പരിശ്രമിക്കരുത്. നീ മുസ്ലിമത്താണ്, ഖബറും മഹ്ശറയും ഒക്കെ ഉണ്ട് എന്ന യാഥാർത്ഥ്യ ബോധം വ്യക്തമായി അറിയാവുന്നവളാണ്. സീരിയലൊക്കെ കണ്ടിട്ട് അതേപോലെ അനുകരിച്ച് സ്വന്തം ജീവിതത്തിലും കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട്. ശ്രദ്ധിച്ചോ, വലിയ വിപത്തുണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിങ്ങൾക്കറിയില്ലേ, ഭർത്താവിൻ്റെ വാപ്പ ഉമ്മ സ്വന്തം ഉപ്പയും ഉമ്മയുമാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നതാകുന്ന വ്യക്തി, വരനാകാൻ പോകുന്ന വ്യക്തി, അദ്ദേഹത്തോടൊപ്പം വാപ്പ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അനുഗമിച്ചാലും പെണ്ണിനെ കാണൽ അനുവദനീയം. ആർക്ക് മാത്രം? വരനാകാൻ പോകുന്ന വ്യക്തിക്ക് മാത്രം. ആർക്കല്ല? വാപ്പാക്കല്ല. കാണൽ അപ്പോൾ നിഷിദ്ധമാണ്, ഹറാമാണ്. അപ്പൊ കണ്ടല്ലോ, ഞങ്ങൾ കണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നത് നിങ്ങൾ ഹറാമ് ചെയ്ത്. അതിപ്പം പറഞ്ഞ മസല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില മസല പറയുമ്പോൾ ചിലർ പറയും അറബികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. അറബികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ദീനി തെളിവാണ്. അറബികൾ പല പരിപാടിയും നടത്തുന്നുണ്ട്, അതെല്ലാം ദീനിൽ തെളിവാണോ? അതല്ലല്ലോ ദീനിൽ തെളിവ്. ഖുർആനും ഹദീസും അനുസരിച്ച് പണ്ഡിതന്മാർ എന്ത് വിവക്ഷിച്ചു തന്നു എന്നുള്ളതാണ്. ഈ വാപ്പ കാണൽ അനുവദനീയമല്ല അപ്പോൾ. എന്നാൽ വിവാഹം കഴിച്ചു, നീ വിവാഹം കഴിക്കുന്നതോടുകൂടി ഈ വാപ്പാക്ക് അവളെ തൊടൽ അനുവദനീയമായി, അവൾക്ക് വാപ്പായ തൊടലും അനുവദനീയമായി. നേരത്തെ കാണൽ തന്നെ പാടില്ലായിരുന്നു, ഇപ്പം കാണാനും പറ്റും തൊടാനും പറ്റും, അനുവദനീയം. തൊട്ടോണ്ടിരിക്കാനല്ല ഉസ്താദ് ഇതുവരെ തൊട്ടില്ലായിരുന്നു, എന്നാൽ പിന്നെ ഇന്ന് വാത് കഴിഞ്ഞാലും പോലെ തൊട്ടോണ്ടിരിക്കുക, മരുമോളെ വിളിച്ചോളൂ. അതല്ല, തൊടൽ അനുവദനീയം. തൊട്ടുപോയാൽ പ്രശ്നമല്ലാന്ന്. അതെന്തിനാ അങ്ങനെ മസലമാക്കിയത്? ഈ വാപ്പ സുഖമില്ലാതാകുമ്പോൾ ശുശ്രൂഷിക്കേണ്ടതാരാ? ഈ മകളാണ്. ഉമ്മാടെ പിന്നെ പറയേണ്ട കാര്യമില്ല, കാരണം എന്താ? ഉമ്മ പെണ്ണാണല്ലോ, ശുശ്രൂഷിക്കുക എന്തായാലും. വാപ്പ ഒരു അന്യപുരുഷനായിട്ട് നീ കാണേണ്ടതില്ല. നിന്റെ ഭർത്താവ് നിന്നെ വിവാഹം കഴിച്ചതോടുകൂടി തന്നെ, നീ അവനെ മാരനായതോടുകൂടി തന്നെ, വധുവായതോടുകൂടി തന്നെ നിൻ്റെതാകുന്ന ഭർത്താവിൻ്റെ ഉപ്പയെ നിനക്ക് തൊടൽ അനുവദനീയം, ശുശ്രൂഷ നടത്തൽ അനുവദനീയം. ഇതാണ് ദീൻ. പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.